പത്തനംതിട്ട കൊടുമണ്ണിൽ ആൾതാമസമില്ലാത്ത ഷെഡിൽ 2 പെരുമ്പാമ്പും 10 കുഞ്ഞുങ്ങളും പെരുമ്പാമ്പിന്റെ മുട്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. AV ജയശങ്കർ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, പേടിപ്പിക്കുന്ന കാര്യമാണ്. പെരുമ്പാമ്പും കുഞ്ഞുങ്ങളും പിടികൂടി മാറ്റിയിട്ടുണ്ടോ ഇവിടെ നിന്ന്? അതെ, പത്തനംതിട്ടയിലാണ് സംഭവം. കൊടുമണ്ണിലാണ് ആൾതാമസമില്ലാത്ത ഷെഡിൽ 2 പെരുമ്പാമ്പിനെയും 10 കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. പെരുമ്പാമ്പിന്റെ മുട്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയൊക്കെ, പ്രത്യേകിച്ച് കാട് മൂടിക്കിടക്കുന്ന മേഖലകളിലൊക്കെ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ പെരുമ്പാമ്പാണ് എന്നുള്ളതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത്. AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, ഇവയെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? പ്രഭിത, ഇന്നാണ് ഇത്തരത്തിൽ പത്തനംതിട്ട കൊടുമണ്ണിൽ ആൾതാമസമില്ലാത്ത ഒരു ഷെഡിൽ നിന്ന് 2 പെരുമ്പാമ്പുകളെയും 10 കുഞ്ഞുങ്ങളെയും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഷെഡ് ഭാഗികമായി ഏറെക്കുറെ പൂർണ്ണമായി തകരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഷെഡിൽ ഒരു വയോധിക താമസിച്ചിരുന്നു. അവർ ഈ അടുത്താണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരാണ് ഈ സാധനം ആദ്യം, ഈ പാമ്പുകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽ ആണ് പെടുന്നത്. പിന്നീട് ഇവർ കോന്നി വനംവകുപ്പിന് വിവരമറിയിക്കുകയും വനംവകുപ്പ് എത്തി ഈ 2 പെരുമ്പാമ്പുകളെയും 10 കുഞ്ഞുങ്ങളെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഷെഡിൻ്റെ അടിയിലായിരുന്നു ഈ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത്. ഈ ഷെഡ് തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെ വലിയ ഭീഷണിയാകാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ കൃത്യമായി വനംവകുപ്പിന് വിവരം അറിയിച്ചു. വനംവകുപ്പ് എന്തായാലും ഈ 2 പെരുമ്പാമ്പുകളെയും കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൃത്യമായി അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ അവർ കാട്ടിലേക്ക് സ്വതന്ത്രമാക്കാവുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ കാട്ടിലേക്ക് തുറന്നു വിടുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കുറച്ചു കാലം മുമ്പ് ഒരു വയോധിക താമസിച്ചിരുന്ന ഷെഡായിരുന്നു. അവർ ഏകദേശം 1 മാസം മുമ്പാണ് മരണപ്പെടുന്നത്. പിന്നീട് ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഷെഡ് തകരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇന്നാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഈ പെരുമ്പാമ്പിനെ കാണുന്നത്. അപ്പോൾ തന്നെ അവർ വനംവകുപ്പിന് വിവരം അറിയിച്ചു. എന്തായാലും ഈ പാമ്പുകളെയൊക്കെ സുരക്ഷിതമായി വനംവകുപ്പ് മാറ്റിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളോ ആപത്തോ ഒന്നും നാട്ടുകാർക്കില്ല. അവരുടെ വലിയൊരു ഭീതി തന്നെ ഒഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യെസ്, AV ജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒരു പെരുമ്പാമ്പിനെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണുമ്പോൾ വല്ലാത്ത കുടുംബമാണല്ലേ, അത് കുടുംബമായിട്ട് അവിടെ താമസമാണെന്നാണ് ഞാൻ. അപ്പം എന്തായാലും ഇതിനുള്ള നടപടികളൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു സമാധാനമാണ്. കാരണം അടുത്തുള്ളവർക്കൊക്കെ വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.